എല്ലാവർക്കും നമസ്കാരം. ഇതാണ് കാലാപ്പാടീൻ്റെ ഒരു വേരിയേഷൻ. സൂപ്പർ ടേസ്റ്റുള്ള ഒരു മാങ്ങ. കാരണം ഇതിൻ്റെ പിന്നെ കമ്പ് എന്നോട് പല ആളും ചോദിച്ചു, എവിടെയാണ് ഈ സ്ഥലം, ഈ വെങ്ങര എവിടെയാണെന്നല്ലേ. ഞാൻ ഇന്നുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. നല്ല ഒരു വലിയൊരു കമ്പിനാണ് ഞാൻ ഇത് എയർ ലെയറിങ് ചെയ്തത്. ഇത് കണ്ടാ, ഇത് പൂത്തു. ഇത് ഒരു വർഷത്തിലൊരു 3-4 തവണ പൂക്കുകയും ചെയ്യുന്നു. കാരണം വെച്ചാൽ ഈ മഴ സമയത്ത്, ഇത് നല്ല മഴ സമയത്ത് ഈ ജൂലൈയിൽ ഇത് മാങ്ങ പിടിച്ചിട്ട് ഇതൊരു സംഭവമാണ് ഈ മാവ് എന്ന് പറഞ്ഞാൽ. ഇതാണ്ടാ നിറച്ചും പേരാണ് ഇതിൽ നിറച്ചും പേര് വന്നിട്ടുണ്ട്. ഇത് എയർ ലെയറിങ് ആണ്. ഇതിൻ്റെ ഒരു മൾട്ടി ഗ്രാഫ്റ്റ് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ഇത് എയർ ലെയറിങ് ആണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് തായ് വേരില്ല. ഇത് വലിയ മരമാകുമ്പോൾ ഇത് മറിഞ്ഞിട്ട് പോകും. ഇത് നമുക്ക് ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇത് വലിയൊരു കമ്പിലാണ് ഞാൻ ചെയ്തത്. കാലപ്പാടീൻ്റെ ഒരു ഇലയുടെ ഒരു ചെറിയൊരു അതേ ഒരു മോഡൽ തന്നെ ഈ ഇലേൻ്റെ ഒരു ആകൃതി. ഇത് മറ്റൊരു മാവ്, തേങ്ങയുടെ വലുപ്പത്തിലുള്ള ഒരു മാവ്. ഇത് വെങ്ങരയിൽ നിന്നാണ് ഞാൻ എയർ ലെയറിങ് ചെയ്ത് എടുത്തത്. ഇത് ഈ 2 മാവിന് ഞാൻ സ്ഥിരമായിട്ട് പറിക്കുന്ന ഒരാളാണ്. ഞാൻ തന്നെയാണ് ഈ മാവിൻ്റെ വിളവെടുക്കൽ. ഇനി ഇത് നമുക്ക് കായ്ച്ചതിന് ശേഷം ഇതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. കാരണം ഈ കമ്പ് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് വിടും. ഇതൊന്നും നിർത്തത്തില്ല, ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്യും. ഇനി പുതിയൊരു തളിരില ഇങ്ങോട്ട് വരും. ഒരു 2 മാസം വരെ ഇതിൻ്റെ തണലത്ത് വെക്കും. 2 മാസം കഴിഞ്ഞതിന് ശേഷം ഇത് മണ്ണിലേക്ക് അല്ലെ ഡ്രമ്മിലേക്കോ സെറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.